എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഒ അബ്ദുള്ളയുടെ ഒരു പ്രസ്താവനയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, നമ്മുടെ ശബരിമലയിലെത്തിയതിനു ശേഷം നടൻ ശ്രീ മോഹൻലാൽ ശ്രീ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് അവിടെ കഴിപ്പിച്ചിരുന്നു. ആ വഴിപാട് കഴിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ അറിവോട് കൂടിയിട്ടാണ് എങ്കിൽ അത് തെറ്റാണ് എന്നും മമ്മൂട്ടി അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നും മുസ്ലിം പൊതുസമൂഹത്തിനോട് അദ്ദേഹം ഖേദപ്രകടനം നടത്തണം എന്നുമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം പറയുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു. ആ ചർച്ച കൊടുമ്പിരിക്കൊള്ളുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. എന്ന് വെച്ചാൽ അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു പക്ഷേ ശ്രീ ഒ അബ്ദുള്ള പ്രതീക്ഷിച്ച രീതിയിലേക്കുള്ള പിന്തുണ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ്. അതല്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കൺവിക്ഷൻ ഇല്ല എന്നാണ്. ഇനി ഇതേ വിഷയത്തിൽ ന്യൂസ് 18 ചാനൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത് ശ്രീ നാസർ ഫൈസി കൂടത്തായി, അദ്ദേഹം സമസ്തയെ പ്രതിനിധീകരിക്കുന്നയാളാണ്, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് മമ്മൂട്ടിയുടെ അറിവോടുകൂടി എന്നതിന് പകരം മമ്മൂട്ടിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിന്റെ കൂടി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ ഈ ഒരു വഴിപാട് അവിടെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്നും അതിനുള്ള പ്രായശ്ചിത്തം അദ്ദേഹം ചെയ്യണം എന്നുമാണ് ശ്രീ നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ തന്നെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രതിനിധി ശ്രീ ഷാക്കിർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ചർച്ചയുടെ തുടക്ക ഭാഗത്ത് പറഞ്ഞിരുന്നതെല്ലാം തന്നെ ഒ അബ്ദുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെയൊക്കെ തന്നെ നമുക്ക് കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ശ്രീ നാസർ ഫൈസി കൂടത്തായി സമസ്തയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്ന സമയത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാണോ അതോ തന്റെ നേരത്തെയുള്ള അഭിപ്രായത്തിൽ ശ്രീ ഷാക്കിർ തന്നെ മാറ്റം വരുത്തുന്നുണ്ടോ എന്നുള്ള ചില പ്രശ്നങ്ങളും ഈ ചർച്ചയിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മതവിധി തീരുമാനിക്കേണ്ടത് മതപണ്ഡിതരാണ്, അത് അദ്ദേഹമല്ല തീരുമാനിക്കേണ്ടത് എന്നാണ്. എന്ന് വെച്ചാൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കാരിൽ ഏതാണ്ട് എല്ലാ ആൾക്കാർക്കും മുസ്ലിം മതവിധി പ്രകാരം മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്ന രീതിയിലത്തേക്കാണ് അഭിപ്രായം പറയുന്നത്, പ്രൊവൈഡഡ് അത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് എങ്കിലും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയുടെ മതവിശ്വാസം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഏതെങ്കിലും ഒരു ആരാധനാ കേന്ദ്രത്തിൽ പോയി അവിടെ ഒരു പ്രാർത്ഥന നടത്തുകയോ അവിടെയുള്ള എന്തെങ്കിലും ഒരു ചടങ്ങിൽ ഇടപെടുകയോ ചെയ്യുന്ന സമയത്ത് അതിനായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണോ അത് എല്ലാവരും പാലിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ പോകാത്ത ഒരാൾക്ക്, അവിടെ പോകുന്ന ഒരാളോട് എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺസെൻ്റാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ്. അപ്പോൾ ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നതും. നമ്മളെല്ലാവരും തന്നെ വിവിധ ആരാധനാലയങ്ങളിൽ പോകുന്ന സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ തന്നെ നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചേക്കണേ എന്നൊക്കെ പറയാറുണ്ട്. അത് പള്ളികളിൽ പോകുന്ന ആൾക്കാരോടും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആൾക്കാരോടും മസ്ജിദുകളിൽ പോകുന്ന ആൾക്കാരോടും ഒക്കെ തന്നെ പറയാറുണ്ട്. സിഖ് സുഹൃത്തുക്കളുള്ള ആൾക്കാർ ഗുരുദ്വാരകളിൽ പോകുന്ന ആൾക്കാരോടും ഇത് തന്നെ പറയാറുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെയെല്ലാം ഒരു പരസ്പര സാഹോദര്യത്തിൻ്റെ മതമൈത്രിയുടെ കണ്ണുകളിൽ കൂടി കാണുന്നതിന് പകരം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മതനിഷ്ഠകൾ പ്രകാരം നമ്മൾ ഇതിനെയൊക്കെ തന്നെ നോക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഇത് കേട്ടാൽ തോന്നുന്നത് ഏതെങ്കിലും ഒരു ഇതര മതത്തിൽ വിശ്വസിക്കുന്ന ആളിനോട് അയാളുടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തോ ഈ ആകാശം ഇടിഞ്ഞു വീഴുന്ന രീതിയിലത്തേക്കുള്ള വലിയ കുറ്റമാണ് എന്ന നിലയ്ക്കാണ്. അത്ര പരിമിതമാണോ നമ്മുടെയൊക്കെ തന്നെ സാഹോദര്യ കാഴ്ചപ്പാടുകൾ, അത്ര പരിമിതമാണോ നമ്മുടെയൊക്കെ മതമൈത്രി എന്ന് ചിന്തിക്കേണ്ടത് ഈ തരത്തിലുള്ള ചിന്തകളൊക്കെ തന്നെ വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ്. ഇനി രണ്ടാമത്, നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഒരു വഴിപാട് കഴിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് ആ വ്യക്തിക്ക് സൗഖ്യമുണ്ടാവുക എന്നതാണ്. ആ സൗഖ്യം എന്ന് പറയുന്നത് ശാരീരിക സൗഖ്യമാകാം, മാനസിക സൗഖ്യമാകാം, സാമ്പത്തിക ഭദ്രതയാകാം. ഇനി പലപ്പോഴും നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇതിനെപ്പറ്റി ഇങ്ങനെ പ്രാർത്ഥനകൾ, ഓഫറിങ്സ് ഒക്കെ നടത്താറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം, നല്ല ജോലി കിട്ടണം, വിവാഹം പെട്ടെന്ന് നടക്കണം, കുട്ടികളുണ്ടാകണം തുടങ്ങിയ പല കാര്യങ്ങൾക്കും ആൾക്കാർ ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പോലും നേർച്ചകൾ വെക്കാറുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതെല്ലാം തന്നെ അത് ആരുടെ പേരിലാണോ കഴിപ്പിക്കുന്നത് ആ ആളിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അയാൾക്കൊരു ദോഷവും ഉണ്ടാകണം എന്ന അർത്ഥത്തിൽ കഴിപ്പിക്കുന്ന ഒന്നേ അല്ല വഴിപാടുകൾ എന്നത്. അപ്പോൾ അതിനെ വീണ്ടും ഒരു സാഹോദര്യത്തിൻ്റെ മതമൈത്രിയുടെ ഒക്കെ ഭാഗമായിട്ട് കൂടി കാണാവുന്ന ഒരു കാര്യമാണ് എന്നിരിക്കെ അങ്ങനെ ആരെങ്കിലും ഒരു വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ വീണ്ടും നമ്മൾ ഈ മത കണ്ണുകളിലൂടെ മത ലെൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രൂട്ടിനൈസ് ചെയ്തതിന് ശേഷം ഇത് ആരാവശ്യപ്പെട്ടിട്ടാണ്, സ്വന്തം നിലയ്ക്കാണോ ചെയ്തിരിക്കുന്നത്, മറ്റൊരാളിന് അതേ മതവിശ്വാസമുണ്ടോ, ഉണ്ടെങ്കിൽ അയാൾ ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്ന രീതിയിലത്തേക്കൊക്കെ വ്യാഖ്യാനിക്കുക എന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
തന്നെയുമല്ല, നമ്മളൊരു മതവിശ്വാസത്തിൽ പെടുന്ന ആൾക്കാരോട് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഖേദപ്രകടനം നടത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനുഷ്യത്വം കൈമോശം വരുന്നുണ്ടോ എന്നുള്ള ഒരു പുനർവിചിന്തനം അവിടെ ഉണ്ടായേ മതിയാകും. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള ഒരു അസ്വാസ്ഥ്യം ഉണ്ടെങ്കിൽ, ചികിത്സ ആവശ്യമുള്ള സമയമാണ് എങ്കിൽ അയാളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണനാ ക്രമത്തിൽ അദ്ദേഹം പരിഗണിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് ചികിത്സ തന്നെയാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള സൗഖ്യമുണ്ടാവുക, സാമ്പത്തികമായിട്ട് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തുക, ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റികൾ. അങ്ങനെ ഇരിക്കുന്ന മറ്റു പല കാര്യങ്ങളും ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ടുന്ന, വിഷമിക്കേണ്ടുന്ന ഒരു ഘട്ടമുള്ള ആൾക്കാരോട് അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളിവിടെ വന്നിട്ട് ഒരു മതവിശ്വാസത്തിൽ പെടുന്ന ആൾക്കാരോട് എല്ലാവരോടും നിങ്ങൾ വന്ന് മാപ്പ് പറഞ്ഞിട്ട് പോകൂ എന്നൊക്കെ പറയണമെങ്കിൽ അതിന് മനുഷ്യത്വമില്ലായ്മ എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്പമെങ്കിലും മനുഷ്യത്വം നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും രീതിയിലത്തേക്ക് സൗഖ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് നൽകാതിരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മറ്റു തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ലാത്ത വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വ്യക്തിയെ ഓർക്കാനായിട്ട് സാധിച്ചാൽ അത്രത്തോളം നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. മറ്റൊരാളിനോടെന്ന് മാത്രമല്ല, നിങ്ങളോട് തന്നെ. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ കൂടുതലായിട്ടുള്ള മതസ്പർദ്ധയാണെങ്കിലും മറ്റുള്ള തെറ്റായിട്ടുള്ള പ്രവണതകളും മോശമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബാംഗം പോലും അല്ലാത്ത ഒരാൾക്ക് വേണ്ടി മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ കൂടുതലായിട്ട് നന്മയെ ഉണ്ടാക്കും, കുറേയധികം നെഗറ്റിവിറ്റി ഇല്ലാതെയാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ലോകത്തിന്റെ മൊത്തത്തിൽ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് ഏതെങ്കിലും ഒരു ദൈവത്തിനെ കൂട്ടുപിടിച്ചതുകൊണ്ടോ ദൈവത്തിന് വഴിപാട് കഴിപ്പിച്ചതുകൊണ്ടോ ഒന്നും തന്നെ ഒരു കുഴപ്പവുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ സ്ട്രിക്റ്റായിട്ട് മതത്തിന്റെ കണ്ണുകളിൽ കൂടി കാണുന്നതിന് പകരം കുറച്ചുകൂടി വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ഒരു സാഹോദര്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ തന്നെ ചെയ്യാം എന്ന രീതിയിലത്തേക്ക് കരുതുക. അതല്ലാതെ ഏകദൈവ വിശ്വാസമുള്ള ആൾക്കാരുണ്ടാകും, ബഹുദൈവ വിശ്വാസമുള്ള ആൾക്കാരുണ്ടാകും, വിഗ്രഹാരാധന ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാകും, വിഗ്രഹാരാധനയിൽ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടാകും. ഇതെല്ലാം തന്നെ വ്യക്തിപരമായിട്ടുള്ള മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ചിന്തകളാണ്. പക്ഷേ നമ്മുടെ മതാചാരം അനുസരിച്ച് മറ്റു മതത്തിലുള്ള ഒരാളിന് നന്മ വരട്ടെ എന്ന രീതിയിലത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയ, എന്തെങ്കിലും ഒരു കർമ്മം നമ്മളവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഈ രീതിയിലത്തേക്കൊന്നും തന്നെ വിവാദമാക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ നടത്തുന്ന ആൾക്കാർ, അവർ ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവരോട് വിളിച്ചു പറയാൻ അതേ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തയ്യാറാകണം. കാരണം ഇവിടെ നമ്മൾ എല്ലാത്തിനെയും മതത്തിന്റെ കണ്ണുകളിൽ കൂടിയല്ല കാണേണ്ടത്. മതവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അടിയുറച്ചതായിരിക്കാം. അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിനും മതനിഷ്ഠകൾ അതേപോലെ തന്നെ പാലിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമെല്ലാം തന്നെ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി സഹിഷ്ണുത ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞിരിക്കുന്ന അഭിപ്രായ പ്രകടനം പൂർണ്ണമായിട്ടും നമ്മുടെ ആധുനിക സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ശ്രീ നാസർ ഫൈസി കൂടത്തായിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇത് രണ്ടും തമ്മിൽ സാങ്കേതികമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ അറിവോടുകൂടിയിട്ടാണ് മോഹൻലാൽ ആ ഒരു പൂജ നടത്തിയിരിക്കുന്നത് എങ്കിൽ അത് പ്രശ്നമാണ് എന്നാണ് ശ്രീ അബ്ദുള്ള പറയുന്നത് എങ്കിൽ അങ്ങനെ അറിവോടുകൂടി എന്നല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടുകൂടിയും ആ വിശ്വാസം തനിക്കുമുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അതൊരു തെറ്റായി മാറുന്നത് എന്നൊക്കെ ശ്രീ നാസർ ഫൈസിയും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ മതവിശ്വാസങ്ങളിലും പെട്ട ആൾക്കാർ പരസ്പര സാഹോദര്യത്തോടുകൂടി കഴിയുന്ന ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള വളരെ സങ്കുചിതമായിട്ടുള്ള ചിന്തകളൊക്കെ തന്നെ വെച്ചു പുലർത്തുന്ന ആൾക്കാരും സംഘടനകളും സമൂഹത്തിനോട് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സഹിഷ്ണുത വളർത്താനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് വ്യക്തിപരമായി താല്പര്യമുള്ള, നമുക്ക് വലിയ സ്നേഹമുള്ള, ഇഷ്ടമുള്ള വ്യക്തികളുടെ പേരിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മതാചാര പ്രകാരമുള്ള പൂജകൾ കഴിപ്പിക്കുന്നതിനും വഴിപാടുകൾ കഴിപ്പിക്കുന്നതിനും നേർച്ചകൾ നേരുന്നതിനും ഒക്കെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടുകൂടി ശ്രമിക്കുക, വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.